ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു നാടൻ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നിങ്ങളൊന്ന് റെഡിയാക്കി വെക്കണേ. ശേഷം അടികട്ടിയുള്ള പാത്രം വെച്ചിട്ട് അതിൻ്റെ തൊട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലോട്ട് സ്പൈസസ് ചേർക്കാം. ഏലക്ക, ഗ്രാമ്പു, പട്ട ഇതൊക്കെ ചേർത്തിട്ട് ഒരു 3 സവാളയും കൂടെ അരിഞ്ഞത് അതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പും 2 പച്ചമുളക്, പിന്നെ ഇച്ചിരി കറിവേപ്പില ഇതൊക്കെ ഇട്ട് ഞാൻ വീണ്ടും ഒന്ന് വഴറ്റാൻ വെക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴണ്ട് വരണേ. അതിൻ്റെ അകത്തോട്ട് ഞാൻ ഒരു പിടി തേങ്ങാക്കൊത്തിടുന്നുണ്ട്. തേങ്ങാക്കൊത്തിട്ട നല്ലൊരു ടേസ്റ്റാണ്. ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി അതും കൂടെ അതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇതിൻ്റെ പച്ചമണം മാറണം. ഈ ഉള്ളിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറണം. നന്നായിട്ട് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ആ വഴറ്റിയെടുക്കുന്നതിലൊരു പ്രത്യേക രുചിയുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിനകത്തോട്ട് വേണ്ടുന്ന പൊടികൾ ചേർക്കാം. ഞാൻ മഞ്ഞളെടുത്തു, അതിൽ ഇട്ടിട്ട് ഇളക്കി. അതിനുശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല എല്ലാം ഓരോ സ്പൂണ് ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. മല്ലിപ്പൊടി ഞാൻ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വീണ്ടും നമുക്ക് ഇളക്കാം. അതിന് ശേഷം ഒരു 2 തക്കാളി ഞാൻ അതിൻ്റെ അകത്തോട്ട് ഇട്ട് അതിനെ ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഒരു 2-3 സ്പൂണ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇതിനെ ഒന്ന് വേവിക്കാൻ വെക്കുന്നത്. അടച്ച് നമുക്ക് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഈ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടി അതിനകത്തോട്ടൊന്ന് പരട്ടി വെക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ വെള്ളം ചേർക്കരുത്. ഇത് നന്നായിട്ട് പരട്ടി എടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ ഇളക്കുക. വീണ്ടും അതിനെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനെ ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം ഒരു ടേസ്റ്റിന് വേണ്ടി ഞാനൊരു ഇച്ചിരി കായപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ മല്ലിയില, ഇച്ചിരി കറിവേപ്പില, പിന്നെ ഞാൻ ലാസ്റ്റ് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കും. ഇതും കൂടെ ഇട്ടിട്ട് ഞാൻ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ചൂട് കയറ്റാൻ വേണ്ടി വെക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ റോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കിന് ആവശ്യമായിട്ടുള്ള വെള്ളമായിരിക്കും അതിനകത്തുള്ളത്. ഇതിനെ നമുക്ക് വീണ്ടും ഇളക്കി നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇത്രയേ ഉള്ളൂ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ. താങ്ക് യു.